വെള്ളാപ്പള്ളി നടേശനെതിരെ പി ജയരാജൻ. വെള്ളാപ്പള്ളി നടേശന് രണ്ട് തോണിയിൽ കാല് വെക്കുന്ന നിലപാടാണെന്ന് പി ജയരാജൻ വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി തള്ളിപ്പറയാൻ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. ശ്രീനാരായണ ദർശനത്തിന് എതിരായ നിലപാടാണ് ഇപ്പോൾ SNDPയുടെ തലപ്പത്തിരിക്കുന്നവർ എടുക്കുന്നതെന്നും പി ജയരാജൻ പറയുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാണ് രണ്ട് തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെൻറ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, മകനെ BDSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായല്ലോ. ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. PVR വിശദാംശങ്ങളുമായി അരുണെ, സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായ നിലപാടെടുക്കുന്നു. അതിന് പിന്നാലെ ജയരാജന്റെ ഈ ശക്തമായ വിമർശനം. വിശദാംശം. ഹരി, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണമായിരുന്നു പി ജയരാജൻ്റെ പൊതുപരിപാടി. അവിടെയാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇന്നലെയാണ് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്ത തിരിച്ചടിയായ എന്ന പരാമർശമുണ്ടായിരുന്നു. അത് അങ്ങനെ പോരാ, അതിശക്തമായ വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ വേണം, അത് ബോധ്യപ്പെടുത്തി വേണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. അങ്ങനെ ആ റിപ്പോർട്ട് തിരുത്തിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുള്ള റിപ്പോർട്ടായാണത് അന്തിമമായി അംഗീകരിച്ചത്. അതിനു പിന്നാലെയാണ് CPMൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിക്കുന്നത്. സമീപകാലത്ത് വെള്ളാപ്പള്ളിക്കെതിരെ CPM നേതാവ് കടുത്ത നിലപാടെടുക്കുന്നത് ആദ്യമാണ്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന, മുസ്ലിം വിരുദ്ധ പ്രസ്താവന പലതവണ വെള്ളാപ്പള്ളി നടത്തിയിട്ടും അയാളെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്ന ചോദ്യമാണ് CPMനെതിരെ ഉയർന്നു വന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തതാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് CPM വിലയിരുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ജയരാജൻ്റെ ഈ നിലപാട് പ്രഖ്യാപനം. വെള്ളാപ്പള്ളി നടേശൻ രണ്ട് തോണിയിൽ കാലുവെച്ച് നടക്കുന്ന നിലപാടുള്ളയാളാണ്. SNDPയുടെ നേതാവാണ്. നവോത്ഥാന സമിതിയുടെ, കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ തലപ്പത്തും അതേ വെള്ളാപ്പള്ളിയുണ്ട്. എന്നാൽ മകൻ BDS ജനറൽ സെക്രട്ടറിയാണ്. അതുവഴി BJP സംഘപരിവാറിനൊപ്പമാണ് മകൻ തുഷാറിൻ്റെ നിലനിൽപ്പ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികൾ വെള്ളപൂശാൻ നടക്കുന്നു. അങ്ങനെ ഒരു ബഹുമുഖ വേഷം വെള്ളാപ്പള്ളിക്കുണ്ട്. അത് കേരള സമൂഹം തിരിച്ചറിയണമെന്നാണ് പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. ശ്രീനാരായണ ദർശനത്തിന് എതിരായ നിലപാടാണ് ഇപ്പോൾ SNDPയുടെ തലപ്പത്തിരിക്കുന്നവർ എടുക്കുന്നതെന്നും പി ജയരാജൻ വിമർശിക്കുന്നു. നിശിതമായ വിമർശനം SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു CPM നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അതിൻ്റെ കാരണങ്ങൾ വിലയിരുത്തിയ CPM തിരുത്താൻ തയ്യാറെടുക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായി ഇതിനെ കാണണം. തിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിന് തുടങ്ങുകയാണ്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വരുന്നു. 4 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംസ്ഥാന സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ MV ഗോവിന്ദനും ഇതേ നിലപാട് ആവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറയാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമോ? സംസ്ഥാന സമിതി അങ്ങനെ അഭിപ്രായം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജയരാജൻ സംസ്ഥാന സമിതി അംഗം വെള്ളാപ്പള്ളി തള്ളിപ്പറയുന്നു. അതേ നിലപാട് സ്വീകരിക്കാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇവർ രണ്ടുപേരുമാണ് വെള്ളാപ്പള്ളി ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയാതെ, വെള്ളാപ്പള്ളി വലിയ മുസ്ലിം വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോഴും അദ്ദേഹത്തെ തള്ളിപ്പറയാതെ നിലപാടെടുത്ത് അദ്ദേഹം പറയുന്ന തെറ്റായ കാര്യങ്ങൾക്കൊപ്പമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയവർ പിണറായി വിജയനും അതുപോലെ MV ഗോവിന്ദനുമാണ്. അവർ ഇനി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വർഗീയതയ്ക്കെതിരെ അഴകുഴമ്പൻ സമീപനം പോരാ, തുറന്നെതിർക്കണം. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നാണ് CPMൻ്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്ന ശക്തമായ അഭിപ്രായം. ആ നിലപാട് പി ജയരാജൻ പാലിച്ചിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അതിനൊപ്പം നിൽക്കുമോ എന്ന് വൈകുന്നേരം 4 മണിക്ക് അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.